ഈ സ്ഥലത്തിന്റെ പേര് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മുടെ എരുമേലി വഴി നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോവാണ്. ഇന്ന് നമ്മുടെ സസ്നയുടെ കല്യാണമാണ്. മാഷാഅല്ലാ, ദ ബ്രൈഡ് വാസ് ലുക്കിംഗ് സോ പ്രിറ്റി. കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു റിയൂണിയൻ ആണ് ആക്ച്വലി. ഞങ്ങളുടെ എംകോമിലെ ഇത് 3ാമത്തെ ആളാണ് ഗെറ്റിംഗ് മാരീഡ്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ കിങ്ങിണിയുടെ ആക്ടിങ്? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂം എൻട്രി, അതായത് സസ്നയുടെ ചെക്കൻ എത്തിഗോയ്. ഗ്രൂം എൻട്രി കാണാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നില്ലേ, നമ്മുടെ ക്ലാസ്സിൽ ഇത് 3ാമത്തെ ആളുടെയാണ് കല്യാണം. ഫസ്റ്റ് ആളുടെ ഗസ് ചെയ്യണ്ട, ഞാൻ തന്നെ പറയാം, എന്റെയാണ്. ഞാനാണ് അത് തുടക്കം കുറിച്ചത്. പിന്നെ ദ മോസ്റ്റ് ബ്ലസ്ഫുൾ മൊമെന്റ് ആയ നിക്കാഹാണ് നമ്മുടെ സ്റ്റേജിൽ നടക്കണം. 2 years ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവർ ഇപ്പൊ ഇങ്ങനെ ഓരോ പരിപാടികൾ വരുമ്പോഴാണ് കാണുന്നത്. എന്താ അല്ലേ? there comes our bride entry. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ കല്യാണം ഓർമ്മ വന്നു. കല്യാണത്തിന്റെ ആ 1 week സെലിബ്രേഷൻ എത്ര പെട്ടെന്നല്ലേ പോണത്. ഈ ഒരു മൊമെന്റ് അവരുടെ അടിപൊളിയായിരുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിന് സ്റ്റെപ്പ് നടക്കൂടെ എല്ലാം സെറ്റാക്കി പ്ലാൻ ആക്കി വീഡിയോഗ്രാഫർ ആഷിർക്ക പറഞ്ഞു ബ്രൈഡ് ഗ്രൂമിന്റെ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് നടന്ന് കയറാൻ. എന്റെ ലെഹങ്കയ്ക്ക് പിന്നെ തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്താ പൊങ്ങുന്നോണ്ടും എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. പക്ഷെ ഇവരുടെ അത് സൂപ്പർ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണി കഴിക്കാനായിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിന്റെ വേറൊരു വിറ്റ് പറയാം. അതായത് ആദ്യം എന്റെ കല്യാണം വന്നപ്പോ എന്നെ ഗ്രൂപ്പിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് എന്നെ ആഡ് ചെയ്തില്ല. ഈ സീക്രട്ട് പറഞ്ഞ ചാച്ചൻ എന്നെ ഓടിക്കുമെന്ന് അറിയില്ല. ഇപ്പൊ ആ ക്ലാസ് ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ആരൊക്കെ പുതിയതായിട്ട് മാരീഡ് ആവുന്ന അവർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അവരെ ആദ്യം അങ്ങോട്ട് ഒഴിവാക്കും, റിമൂവ് ഫ്രം ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ എല്ലാരും കൂടെ അങ്ങ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്യും.